പല നാടുകളിലും ഭിക്ഷാടന മാഫിയ അധികമായി കൊണ്ടിരിക്കുകയാണ്. പിഞ്ചു മക്കളെ കൈകൊണ്ട് യാചിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ പല നാടുകളിൽ കാണാൻ സാധിക്കുന്നത്. യാത്ര പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. പലയിടങ്ങളിലും പിഞ്ചു മക്കൾ വന്നുകൊണ്ട് യാചിക്കുകയാണ്. സത്യത്തിൽ അവരൊക്കെ അവരുടെ മക്കളായിരിക്കാൻ സാധ്യതയില്ല. ഏതോ ഒരു ഉമ്മാൻ്റെ മക്കളെ തട്ടിക്കൊണ്ട് വന്ന് കിട്ടിയ സ്ഥലങ്ങളിലേക്ക് അയച്ചുകൊണ്ട് അവരെ കൊണ്ട് യാചിപ്പിക്കുന്ന പലരുമുണ്ട്. ഇന്നലെ ഒരു ന്യൂസ് കേൾക്കാനിടയായി. കൊല്ലം സ്വദേശിയായ 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ കോയമ്പത്തൂർ സ്വദേശിയായ ഒരു നാടോടി സ്ത്രീ അദ്ദേഹം തട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് ഒരു ബസ് കണ്ടക്ടർ അദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത്. 4 വയസ്സുള്ള പെൺകുട്ടിയെ കോയമ്പത്തൂരുകാരി ദേവി തട്ടിയെടുത്തത്. അമ്മയ്ക്ക് മാനസിക വെല്ലുവിളിയുണ്ട്. ആരോടും അടുത്തിടപെടുന്ന പ്രകൃതമാണ് കുഞ്ഞിന്. ദേവി കുഞ്ഞിനെയും തട്ടിയെടുത്ത് അടൂരിലെത്തി. അടൂരിൽ നിന്ന് തൃശൂർ KSRTC ബസ്സിൽ കയറി. ബസ്സിൽ വെച്ച് കുട്ടി മലയാളത്തിലും അമ്മയെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ തമിഴിലും സംസാരിക്കുന്നത് കണ്ട് കണ്ടക്ടർക്ക് സംശയം തോന്നി. ആറന്മുള സ്വദേശിയായ അനീഷ് ബസ് പന്തളം പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. പ്രതി ദേവിയെ പന്തളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രിയോടെയാണ് 4 വയസ്സുകാരിയുടെ മുത്തശ്ശി എത്തി ഏറ്റുവാങ്ങിയത്. കൊല്ലം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സമാനമായ രീതിയിൽ മറ്റേതെങ്കിലും കുട്ടികളെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതടക്കം അന്വേഷിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകലെന്നും തിരിച്ചറിയാതെ പോലീസുകാരുടെ ചിരിച്ചും കളിച്ചും ഈ സമയം അത്രയും പെൺകുട്ടി പന്തളം പോലീസ് സ്റ്റേഷനിൽ തുടർന്നു. അമ്മയുടെ മാനസിക വെല്ലുവിളി കാരണമാണ് തട്ടിക്കൊണ്ടുപോകൽ പുറത്തറിയാൻ വൈകിയത്. അനീഷ് എന്ന് പറയപ്പെടുന്ന ഒരു ബസ് കണ്ടക്ടറാണ് ഈ ഒരു നാടോടി സ്ത്രീയെ പിടികൂട്ടിയിട്ടുള്ളത്. ഉമ്മയാണെങ്കിലോ മാനസികമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ്. അങ്ങനെ ഈ പെണ്ണുമോളെ നാടോടി സ്ത്രീ എടുത്തുകൊണ്ടുപോയി. ബസ്സിലെ കയറിയതിന് ശേഷമാണ് ഈ ബസ് കണ്ടക്ടർ ചില സംശയത്തിന് കാരണം കൊണ്ടാണ് ഈ ഒരു സഹോദരിയെ പിടികൂടിയിട്ടുള്ളത്. ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു കുഞ്ഞു ഓടി വന്ന് എൻ്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചുമ്മാ അന്നേരം തലയിലൊക്കെ ഒന്ന് തടവി എന്നിട്ട് ചോദിച്ചു എവിടെ പോകാനാണ് ചോദിച്ചു. അപ്പോൾ സ്ത്രീയുടെ വായിലിരുന്ന് വെള്ളം എന്തോ ഒരു മുറുക്കാൻ പോലെ സാധനം വെച്ചിട്ട് മനസ്സിലാകുന്നില്ല ചെങ്ങന്നൂരാണോ തിരുവല്ലയാണോ. അപ്പോൾ ഇവർ ചിലപ്പോൾ മറവയാണെന്ന് വിചാരിച്ചോണ്ടാണ് ചോദിക്കുന്നത് ചെങ്ങന്നൂരാണോ അതെ എൻ്റെ തൃശ്ശൂരാണെന്ന് ചോദിച്ചപ്പോൾ അവർ ആട്ടി. അന്നേരം പൈസ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവരാണ് 50 രൂപ ഒരു 2 20 രൂപ ഒരു 10 രൂപ കൊണ്ട് തന്നത്. അപ്പോഴത്തേന് ഞാൻ പറഞ്ഞ തൃശ്ശൂർ വരെ പോകാൻ അത്രയാ 50 കൊണ്ട് പറ്റത്തില്ല ഒരു 250 രൂപ അടുത്തൊക്കെ വരുമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ എനിക്ക് തോന്നി കാരണം ചിലർ ഈ നാടോടികളായതുകൊണ്ട് വഴി മാറി കയറും ബസ് മാറി അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് അടുത്ത സ്റ്റോപ്പ് ഞാൻ ഇറക്കാം. അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പുരമ്പാലേ ഉള്ളൂ സ്റ്റോപ്പ് സൂപ്പർ ബസ് അവിടെ ഇറക്കിക്കോളാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിവിടെ തിരിഞ്ഞാൻ നേരത്തും കുഞ്ഞെൻ്റെ വിടുന്നില്ല. ഈ മൂള് അപ്പൊ എന്നെ പിടിച്ചോണ്ട് കാലെ പിടിച്ചു എൻ്റെ ഈ മെഷീനിൽ പിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മെഷീൻ ഓഫ് ചെയ്തിട്ട് ഇതാ കണ്ടോ എന്ന് പറഞ്ഞാൽ കാണിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചു മോടെ പേരെന്തുവാ. അപ്പൊ കുഞ്ഞ് പേര് പറയുന്നുണ്ട്. അപ്പം സ്പഷ്ടമായിട്ട് മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു മോളെത്തല്ലേ പഠിക്കുന്നേ. അപ്പൊ എന്നോട് അംഗൻവാടിയിലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചപ്പം കണ്ടാൽ ഒരു പ്രായം ഉണ്ടാവും. അപ്പൊ അവരെടുത്ത് പറയുക അമ്മ. അപ്പൊ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നതിനല്ലേ തിരിച്ചു പറഞ്ഞു. അപ്പൊ അതും അമ്മയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അമ്മയുടെ പേരെന്തുവാ. അപ്പം കുഞ്ഞിന് അമ്മയുടെ പേരറിയാമല്ലോ. അവര് പറഞ്ഞ് ദേവി അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പൊ കുഞ്ഞ് അത് തന്നെ പറഞ്ഞ് പഠിപ്പിക്കണമല്ല. അതെ. അപ്പൊ കുഞ്ഞിനെ അവരങ്ങോട്ട് വലിക്കുന്നുണ്ട് സംസാരിക്കായി. അപ്പൊ കുഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. അപ്പോഴെനിക്ക് ഞാൻ സംശയം തോന്നി. ഞാൻ ചോദിച്ചു കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണോ നിങ്ങൾ. ഇത്രയും പ്രായമുള്ള സ്ത്രീക്ക് ഒരു കൊച്ചു കുഞ്ഞ് 3 വയസ്സുള്ള കുഞ്ഞ് കാണാൻ ചാൻസ് ഇല്ല. എൻ്റെ മോളാ നിങ്ങൾ തമിഴ് സംസാരിക്കുന്നു കുഞ്ഞ് മലയാളം സംസാരിക്കുന്നു അതെങ്ങനെ. അത് പറഞ്ഞു ഞാൻ മലയാളം സ്കൂളിലാണ് വിടുന്നത്. ഇവര് തമിഴിലാണ് സംസാരിക്കുന്നത്. എനിക്ക് കുറച്ച് തമിഴിലൊക്കെ സംസാരിക്കാൻ അറിയാം. ഇന്റർ സ്റ്റേറ്റിലേക്ക് അല്ല വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനപ്പോൾ ചോദിച്ചു നിങ്ങൾ തമിഴിലാണെന്ന് സംസാരിക്കുന്നത് കുഞ്ഞ് മലയാളത്തില്. കാരണം കുഞ്ഞിന് മലയാളം അറിയാമെങ്കിൽ അതിനു മുമ്പേ ഇവര് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കും മലയാളം അറിയാൻ പറ്റും. അപ്പം ഡൗട്ട് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ തമിഴ് സംസാരിക്കുന്നു കുഞ്ഞ് മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. ഞാൻ പറയാ അത് മലയാളം മീഡിയം ഇത്ര വിടുന്നത്. ഞാൻ ചോദിച്ചു ഏത് സ്കൂളാണ്. അതവർക്ക് അറിയത്തില്ല. ശരി തമിഴ്നാട്ടിൽ നിങ്ങളുടെ സ്ഥലം എവിടാ അതും അറിയത്തില്ല. അപ്പോഴത്തേനും ഞാനൊന്നും വേണ്ടിയില്ല. നേരെ നടന്ന് സാഗർ KV എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറാണ്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇനി ആരെയും ഇറക്കുകയും വേണ്ട കയറ്റുകയും വേണ്ട. പന്തളം സ്റ്റാൻഡ് അപ്പോൾ പന്തളം പോലീസ് സ്റ്റേഷൻ എനിക്കറിയാവുന്നതല്ല. ഞാൻ അവിടെ തന്നെ പഠിച്ചത് പന്തളം കോളേജ്. അപ്പം ഞാൻ പറഞ്ഞേ അങ്ങോട്ടങ്ങ് വിട്ടോളാം പറഞ്ഞു. അവിടെ ചെല്ലുക അവരെ ഏൽപ്പിക്കുക. കാരണം അതിനുശേഷം പദ്ധതി നടപടി അവരില്ലേ എടുത്തത്. അതെ. ഞാൻ അവിടെ ചെന്ന് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നിർത്തിയപ്പോൾ തന്നെ ഒരു ജീപ്പ് ഇറങ്ങി വന്നു. അപ്പം
ഞാൻ അന്നേരം കുഞ്ഞിനെ വിളിച്ചപ്പോൾ അന്നേരം ഇവർ വന്നില്ല, കുഞ്ഞ് വന്നില്ല. കാരണം ഇവർ കുഞ്ഞിനെ എടുത്ത് മടി വെച്ചേക്കും. ഇത്രയും സമയം കൊണ്ട് കുഞ്ഞ് അവരോട് ഇണങ്ങിയില്ലേ? ഇത് എല്ലാവരോടും നന്നായിട്ട് ഇണങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഞാൻ വന്നോളാം എൻ്റെ അടുത്ത് നല്ല മിങ്കിൾ ചെയ്ത് നിന്ന്. അതെ അതെ അതെ. പിന്നെ അത്രയും പ്രായമുള്ളവരുണ്ട്. അതെ. നമുക്കപ്പം കുഞ്ഞുങ്ങളെ ഒരു വ്യത്യാസം നമുക്കില്ല. അതെ അതെ. ഞാൻ അവിടെ ചെന്നുടനെ ഒരു SI ഇങ്ങോട്ട് വരുന്നുണ്ട് ആ ജീപ്പിൽ. ഞാൻ കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ ആ ബസ് നിർത്തിയത്. അപ്പോൾ ഒരു ജീപ്പ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാറേ ഇന്നുപോലെ ഞാൻ ഒരു നാടോടി സ്ത്രീ ഒരു കുഞ്ഞുമുണ്ട്. കുഞ്ഞ് മലയാളത്തിലാണ് സംസാരിക്കുന്നത്, അവർ തമിഴിലാണ്. പക്ഷെ അവർ പറയുന്നതിനകത്ത് എനിക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് സാറാണെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കിയേ. അപ്പം എന്നോട് പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ടിക്കറ്റ് ഞാൻ അവരുടെ എടുത്തിട്ടില്ല. കാരണം ടിക്കറ്റ് എടുത്തെങ്കിൽ നമ്മൾ കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണ്. അത് തന്നെയല്ലേ എനിക്ക് റിസർവേഷൻ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് റിസർവേഷനുള്ള ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോയേ വരത്തുള്ളൂ. ഞാൻ ചെങ്ങന്നൂരിപ്പേരെ വർക്ക് ചെയ്യുന്നത്. പിന്നെ സാറിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞു. അന്നേരം ഇതൊന്നും അറിയുന്നില്ല ഞാൻ. പിന്നെ ഒരുപക്ഷെ അവരുടെ കുഞ്ഞാണെങ്കിൽ നാളെ എൻ്റെ പേര് കേസ് വരും. അങ്ങനെ ഒരു പേടിയുണ്ട്. എങ്കിലും നമ്മുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാ, അതിനെ തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ചേട്ടാ എങ്ങനെ എപ്പോഴാണ് അറിയുന്നത്? വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കാലടി പാസ്സാകുമ്പോഴാണ് ഞങ്ങളുടെ ATO വിളിക്കുന്നത്. അന്നൊരു സംഭവം ഉണ്ടായി എന്ന്. അപ്പം എന്നിട്ട് എന്താ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു സാറേ നമ്മൾ അങ്ങനെ വിചാരിച്ചല്ല, പക്ഷെ നമുക്ക് അന്നേരം ചെയ്യാൻ ഒരു കടമ നമ്മൾ മതി. പിന്നെ എനിക്ക് പാസഞ്ചർ റിസർവേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചോണ്ടങ്ങ് പോകായിരുന്നു. പിന്നെ നമ്മൾ കാരണം ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് 3 വയസ്സുകാരുടെ ജീവൻ തന്നെ രക്ഷിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് സംഭവം. 4 വയസ്സ് പ്രായമുള്ള ഈ ഒരു കുട്ടിയെയാണ് നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് ഈ ബസ് കണ്ടക്ടർ അദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത്. വളരെ അഭിമാനം തോന്നുകയാണ്. ഇന്നെങ്ങാനും ആ ഒരു കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുഞ്ഞിനെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ എന്തൊക്കെ ആകുമായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ രക്ഷിച്ചു എന്നതാണ് ഇന്ന് പറയാനുള്ളത്. ഇനി രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നാളെ ആ ഒരു കുഞ്ഞു പോലും കിട്ടിയവൻ്റെ മുമ്പിൽ യാചിക്കേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. ഈ ഭിക്ഷാടന മാഫിയക്കാരുടെ ജോലി അത് തന്നെയാണ്. മക്കളെ തട്ടിക്കൊണ്ടുപോയി ആ കുഞ്ഞു മക്കളുടെ കൈ കൊണ്ട് യാചിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്നുള്ളത്. ഇതേപോലെയാണ് ഈ യൂട്യൂബിലൊരു ചാനലുണ്ട്, TV19 കേരളം എന്ന് പറയപ്പെടുന്ന ഒരു ചാനൽ, ന്യൂസിൻ്റെ ചാനലാണ്. അതിലൊരു മാധ്യമ പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ശരിക്കറിയില്ല, ജെയിംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആയിരിക്കണം. അദ്ദേഹം ഈ ഭിക്ഷാടന മാഫിയക്കാരുടെ കയ്യിലുണ്ടായിരിക്കുന്ന പിഞ്ചു മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ ജെയിംസ് എന്ന് പറയപ്പെടുന്ന ഈ സഹോദരൻ ഭിക്ഷാടന മാഫിയക്കാരുടെ ചാരത്ത് ഇണങ്ങിച്ചേരുകയാണ്. അതേപോലത്തെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ ഈ ഭിക്ഷാടന മാഫിയക്കാർ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ രൂപത്തിലാണ് ഇദ്ദേഹം വേഷം മാറിയിട്ട് അവരുടെ കൂടെ ഒരു ദിവസം റാപ്പാർത്തത്. ആ ഒരു ദിവസത്തിൽ അദ്ദേഹം ചില ഫോട്ടോസുകളും വീഡിയോസുകളും ഒപ്പിയെടുത്തിരിക്കുക. അത് അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എത്രയോ കുഞ്ഞു മക്കൾ അവരുടെ കയ്യിലുണ്ട്. ചിലപ്പോൾ അവരുടെ സ്വന്തം മക്കളാവണമെന്നില്ല. ഇതുപോലെ എത്രയോ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ട് യാചിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അവരുടേത്. അപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പരിശ്രമിക്കുന്നത്. നല്ല സമയത്തിലാണ് ആ ഒരു കുഞ്ഞിയെ ഈ ഒരു കണ്ടക്ടർ രക്ഷിച്ചിട്ടുള്ളത്. ആ ഒരു കുഞ്ഞിനെ രക്ഷിച്ചതിൽ വലിയൊരു അഭിമാനമാണ് ഇന്ന് കേരളത്തിനും